JSK സിനിമാ വിവാദത്തിൽ നിർണായക നടപടിയുമായി ഹൈക്കോടതി. സിനിമ കാണാൻ കോടതി തീരുമാനം. കോടതി ഇക്കാര്യം നിർമ്മാതാക്കളെ അറിയിച്ചു. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, അസാധാരണമായ ഒരു ഇടപെടലാണ്, പക്ഷേ സുപ്രധാനമായ നീക്കവും. എന്താണ് ഈ വിഷയത്തിൽ കോടതി കാണുന്നത്? അതായത് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ കേസ്, അതായത് നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർപ്രൈസസിന്റെ ഹർജി പരിഗണിക്കുന്നത്. സെൻസർ ബോർഡ് തങ്ങൾക്ക് അനുമതി നിഷേധിച്ചു. അത് ജാനകി എന്ന പേര് ദൈവത്തിന്റെ പേരാണ് എന്ന് ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിച്ചു എന്നതാണ് ഈ ഹർജിയുടെ കാതല്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൽ വാദം കേട്ടിരുന്നു. ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം, എന്തുകൊണ്ടാണ് അത്തരം നിബന്ധനകൾ വെക്കുന്നതെന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ സെൻസർ ബോർഡ് പല വിശദീകരണങ്ങൾ നൽകുന്നു. ദൈവത്തിന്റെ പേരാണ് എന്നൊക്കെ വിശദീകരണം നൽകുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി സിനിമ നേരിട്ട് കാണാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ശനിയാഴ്ച കോടതി സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നിർമ്മാതാക്കളോട് പറഞ്ഞത് കോടതിക്ക്, അതായത് ജഡ്ജിക്ക്, കൺസേൺ കേസ് പരിഗണിക്കുന്ന ജഡ്ജിക്ക് ആവണം, കോടതിക്ക് ഈ സിനിമ കാണുന്നതിന് അവസരം ഒരുക്കാൻ നിർമ്മാതാക്കളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഒടുവിലത്തെ സാഹചര്യം. മറ്റൊന്ന്, ഇതേ ഹർജിക്കാർ 2 ഹർജികളാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആദ്യം തങ്ങളുടെ അനുമതിക്ക് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല, അതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നായിരുന്നു ആദ്യത്തെ ഹർജി. പക്ഷെ അതിനിടയിൽ ഇവർ റിവ്യൂ കാണുകയും റിവ്യൂ മീറ്റിംഗ് നടത്തുകയും അതിനുശേഷം അനുമതി നിഷേധിച്ചുകൊണ്ട് ഇവർക്ക് മറുപടി നൽകുകയും ചെയ്തു. അപ്പോ പുതിയൊരു ഹർജിയും കൂടെ കൊടുത്തിട്ടുണ്ട്. തങ്ങൾക്ക് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ സെൻസർ ബോർഡിനോട് അക്കാര്യം വിശദീകരണം തേടണം, തങ്ങൾക്ക് അനുമതി ലഭ്യമാക്കണം, ന്യായമല്ലാത്ത കാരണത്താലാണ് തങ്ങൾക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രണ്ടാമത്തെ ഹർജി. മാത്രമല്ല, രണ്ടാമത്തെ ഹർജിയിൽ വേറൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഈ സമാന സാഹചര്യത്തിൽ മറ്റ് ചില സിനിമകളുടെ അനുമതി കൂടി തടഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കോടതി മുമ്പാകെ രണ്ടാമത്തെ ഹർജിയിൽ കോസ്മോസ് എന്റർപ്രൈസസ് ചൂണ്ടിക്കാട്ടി. അപ്പോൾ അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ, അതായത് ഒരു വ്യക്തത നൽകാൻ സെൻസർ ബോർഡിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. സെൻസർ ബോർഡ് ഒരു സത്യവാങ്മൂലമായി നൽകണം. സാലി നോക്കൂ, ഇപ്പോൾ സാലി അവസാനം പറഞ്ഞ മറ്റു ചിത്രങ്ങളുടെ അടക്കം കാര്യത്തിൽ ഇങ്ങനെ ഒരു വാദം ആദ്യമായാണല്ലോ പക്ഷെ വരുന്നത്. ജാനകി എന്നൊരു ഹൈന്ദവ ദൈവത്തിന്റെ പേരാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ വിഷയം കോടതി പരിഗണിക്കുന്നു, കോടതി ചിത്രം കാണുന്നു എന്ന് പറയുമ്പോൾ ആ പേര് ഏതെങ്കിലും തരത്തിൽ അപകീർത്തികരമായ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ കോടതി ഇതിനെ കാണുന്നത്? ആ നിലയിലുള്ള പരിശോധനയാണോ നടക്കുന്നത്? അതൊരു വ്യക്തത കുറവുണ്ട്. കോടതി കണ്ടിട്ട് അതിന്റെ നിയമവശം ഏത് തരത്തിൽ പരിശോധിക്കപ്പെടും എന്ന നിലക്ക് നിയമത്തിലൊരു വ്യക്തത ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ കോടതി അത് കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. അതൊരു അസാധാരണമായ നടപടിക്രമമാണ് എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയൂ. യഥാർത്ഥത്തിൽ ഒരു സിനിമ കോടതി കണ്ടതിന് ശേഷം അതിൽ ദൈവത്തിനെതിരായി എന്തെങ്കിലും ഉണ്ടോ എന്ന് കോടതി തീരുമാനിക്കുന്ന ഒരു അസാധാരണ സംഭവമാണ്, ഒരു അസാധാരണ കീഴ്വഴക്കവുമാണത്. അത് അങ്ങനെ സെൻസർ ബോർഡ്, കോടതി സാധാരണ നിലയിൽ രാജ്യത്തെ കോടതികൾ പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക, അതിൽ സെൻസർ ബോർഡ് എടുത്തിരിക്കുന്ന നടപടികൾ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമാണോ എന്നത് മാത്രമാണ് സാധാരണ കോടതികൾ പരിശോധിക്കുക. അങ്ങനെ പരിശോധിക്കേണ്ടി വന്നാൽ സിനിമ കാണുന്നതിൽ അർത്ഥമില്ല, പക്ഷെ സിനിമ കാണേണ്ട ആവശ്യമില്ല. പക്ഷെ കോടതി ഇപ്പോ അസാധാരണമാവണ്ണം ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അത്തരം വിശദീകരണങ്ങളിലേക്കൊന്നും കോടതി കടന്നിട്ടേ ഇല്ലേ സാലി? ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ മട്ടിൽ ജാനകി എന്നത് സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പേരാണ്. ആ പേര് ഈ ചിത്രത്തിലെ കഥാപാത്രത്തിന് വരുന്നു. കഥാപാത്രം ടൈറ്റിൽ റോൾ ആകുന്ന ചിത്രത്തിൽ ആ പേര്, സിനിമയിലേക്കും ആ പേര് വരുന്നു. അപ്പോൾ അതിൽ ദൈവത്തെ അവഹേളിക്കലില്ല എന്നുള്ളത് പ്രാഥമികമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. അതൊരു പേര് മാത്രമാണ്. അപ്പോൾ ആ വിഷയത്തിൽ എന്ത് ഇടപെടലാണ് ഈ സിനിമ കാണുന്നതിലൂടെ കോടതി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ അതിലേക്കൊരു വ്യക്തത ഇല്ലല്ലേ? ഇല്ല, ചിത്രം നേരിട്ട് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്ന വിശദീകരണം അത് ശരിയാണോ എന്ന് അറിയുക എന്നുള്ളത് തന്നെയായിരിക്കും കോടതിയുടെ ലക്ഷ്യം. അതായത് ദൈവത്തിന്റെ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ പേര് ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്, സെൻസറിംഗ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെൻസർ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും തരത്തിൽ ദൈവത്തിന്റെ പേര്, അത് ജാനകി എന്ന പേര് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കോടതി പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കോടതിക്ക് ഇക്കാര്യത്തിലുള്ള തുടക്കം മുതലുള്ള നിലപാട് ആ പേര് മാറ്റേണ്ടതില്ല എന്ന് തന്നെയാണ്. എന്താവശ്യത്തിനാണ് പേര് മാറ്റുന്നത്, എന്ത് ന്യായമാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ഉള്ളത് എന്നൊക്കെ സെൻസർ ബോർഡിനോട് നിരന്തരം കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് ചോദിക്കുകയും ചെയ്തതാണ്. അപ്പൊ ഏതായാലും കോടതിക്ക് ഇക്കാര്യത്തിൽ സെൻസർ ബോർഡിന്റെ നിലപാടിനോട്, നടപടിയോട് അതൃപ്തിയുണ്ട്. അപ്പോൾ അത് എന്ത് തീരുമാനമെടുത്താലും അത് നിയമപരമായിരിക്കണം എന്നുള്ളത് കോടതിക്ക് നിർബന്ധം ഉണ്ടാവണം. അതുകൊണ്ടുകൂടിയായിരിക്കണം ഇത് നേരിട്ട് കണ്ടുകളയാം എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത് എന്നേ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയൂ. ഏതായാലും
കോടതി സിനിമ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ശനിയാഴ്ചയാണ് ഉചിതമായ സമയം. കാരണം അന്ന് കോടതി സിറ്റിംഗ് ഇല്ല. അന്ന് ജഡ്ജി സിനിമ കാണാം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചു. കണ്ടതിന് ശേഷം അക്കാര്യം തീരുമാനിക്കാമെന്നും തീരുമാനിച്ചു. അതിന് നിർമ്മാതാക്കളോട് സൗകര്യം ഒരുക്കാൻ പറയുകയും ചെയ്തു. അത് ഏതെങ്കിലും തിയേറ്ററിൽ പോയി സിനിമ കാണുകയാണോ ജഡ്ജി ചെയ്യുക, അതോ കോടതിയിൽ അതിനൊരു പ്രദർശനത്തിന് സൗകര്യം ഒരുക്കുകയാണോ ചെയ്യുക എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ നിർമ്മാതാക്കൾ. ശരി സാലി, എന്തായാലും അസാധാരണമായ ഒരു ഇടപെടലിലേക്ക് കോടതി കടക്കുന്നു. പക്ഷേ പ്രധാനവുമാണ് JSK എന്ന സിനിമ നേരിൽ കാണാനായി കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. ശനിയാഴ്ചയാകും ഈ ചിത്രം കോടതി കാണുക.